ആലുവ മഹിളാലയം പാലത്തിന് സമീപം പെരിയാറിൽ ആനയുടെ ജഡം ഒഴുകിയെത്തി എന്ന വാർത്ത വരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? വിശദാംശങ്ങൾ. അനുജ, ഈ മലയാറ്റൂർ ഫോറസ്റ്റ് റേഞ്ചിന് കീഴിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വനത്തിനുള്ളിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുകയും അതിൽ നിന്ന് കാട്ടാനകൾ ആ പുഴയിലേക്ക് പതിച്ചു എന്നുള്ളൊരു പഠനം അല്ലെങ്കിൽ അത്തരത്തിലൊരു കണ്ടെത്തൽ ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ ഏകദേശം 6ഓളം കാട്ടാനകളുടെ ജഡം വിവിധ ഇടങ്ങളിൽ നിന്ന് ഇപ്പോൾ എറണാകുളം വൈപ്പിൻ ബീച്ചിൽ നിന്നടക്കം കിട്ടിയിരുന്നു. ഇവരൊക്കെ അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ കാട്ടാനയുടെ ജഡവും ഇപ്പോൾ ആലുവ മഹിളാലയം പാലത്തിന് സമീപത്തേക്ക് എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നത്. അത് ഒഴുകി നടക്കുകയാണ്. ഒരുപക്ഷെ അത് ഏലൂർ ഭാഗത്തേക്കോ അതല്ല എങ്കിൽ പറവൂർ മാഞ്ഞാലി ഭാഗത്തേക്കോ പോകാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷനെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ എത്തുമെന്നാണ് ലഭ്യമാകുന്നത്. ഒരു ഗുരുതര സ്വഭാവമുള്ള വിഷയമായി ഇത് മാറുന്നു. കഴിഞ്ഞ തുടർച്ചയായി ഏകദേശം 6ഓ 7ഓ 7ാമത്തെയാണ് ഇതെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിലൊരു കൃത്യമായ പഠനം, എന്താണ് ഇതിന്റെ കാരണം, കൂടുതൽ ആനകൾ അകപ്പെട്ടിട്ടുണ്ടോ എന്നതിലൊക്കെ വിശദമായ ഒരു അന്വേഷണം വേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അനുജ, ശരി. തുടർച്ചയായി സംഭവിക്കുന്നു എന്നുള്ളതാണ്. പെരിയാറിൽ ആനയുടെ ജഡം ഒഴുകി എന്താ സംഭവിക്കുന്നത് മനസ്സിലാകുന്നില്ലല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.